എൻ്റെ ജീവിതത്തിൽ ഇത്രയും ട്വിസ്റ്റുകളുള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ലിറ്ററലി ഓരോ 10 to 15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഓരോ ട്വിസ്റ്റ് വെച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഒരു വില്ലനെ കാണിച്ചു തരും, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇയാളാണ് വില്ലൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയണം അയാളല്ല വേറൊരാളാണ് വില്ലൻ. ആ ശരി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതല്ല അത് വേറെ, നിങ്ങൾ വിചാരിച്ചതല്ല വേറെ. അതും കഴിഞ്ഞ് സിനിമ അവസാനിച്ചു എന്ന് വരെ ഇരിക്കുമ്പോൾ ദാ ബും, നമ്മൾ ഇത്ര നേരം കണ്ടതൊന്നുമല്ല, ഇത് വേറെ കളികളാണെന്നൊക്കെ. എൻ്റെ ജീത്തു ജോസഫ് അണ്ണ നിങ്ങളെ നമിച്ചിരിക്കണു. എനിക്ക് തോന്നുന്നേ പുള്ളി കുറേ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കുറേ ട്വിസ്റ്റുകളൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ എല്ലാ ട്വിസ്റ്റുകളും എടുത്തിട്ട് ഒരു സിനിമ ആക്കിയ പോലെ ഉണ്ട്. ആസിഫ് അലിൻ്റെ മിറാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സോണി ലീവിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഒരു സമയം എത്തുമ്പോൾ ആസിഫ് അലി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, സാർ എനിക്ക് ആരെ വിശ്വസിക്കണമെന്നോ എന്തിനു വിശ്വസിക്കണമെന്നോ ഇപ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതേ അവസ്ഥയായിരുന്നു എൻ്റെ. എന്തവിടെ നടക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് തോന്നിപ്പോയി എനിക്ക് ഓരോ 10 മിനിറ്റിലും. അവസാനമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ബിലോ ആവറേജ് മോശം സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു കാണുകയൊക്കെ ചെയ്യുക. നിങ്ങൾ സോണി ലെവലുണ്ട്, എടുത്തൊന്ന് കാണുക, കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയുക. കണ്ടവർ ട്വിസ്റ്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക.